പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരുന്നു. അതോടൊപ്പം തന്നെ പഞ്ചാരക്കുന്നിന്മേൽ തേന്മഴ എന്നതുപോലെ ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മൾ എല്ലാവരും ഉള്ളത് മുഹറം മാസത്തിന്റെ 9ാമത്തെ ദിവസത്തിലാണ്, താസുആഇന്റെ ദിവസത്തിലാണ്. നമ്മളൊക്കെ പലരും നോമ്പുകാരാണ്. ഇന്നത്തെ മഗ്‌രിബോടുകൂടി ആശൂറാഇന്റെ മുഹറം 10ാം രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാളെ 10ാമത്തെ ദിവസം, നാളെ വിശുദ്ധമായ മുഹറം മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച ദിനം. അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് വിശ്രമമില്ലാത്ത ദിനരാത്രങ്ങളാണ് ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ. അപ്പൊ മുഹറം ഇന്ന് നോമ്പ് പിടിച്ചവരെ, നിങ്ങൾ ഇന്ന് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 5 കാര്യം ഞാൻ വിശദീകരിച്ചു തരാം. കൂട്ടത്തിൽ നാളെ മുഹറം 10 എങ്ങനെയാണ് നാളത്തെ നോമ്പിന്റെ നീയത്ത് നമ്മൾ വെക്കേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്, അതോടൊപ്പം തന്നെ നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചൊല്ലേണ്ട, നാളെ ചൊല്ലേണ്ട ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, ദിക്ർ, അതുപോലെ ദുആകൾ എല്ലാം വിശദമായി പറയുന്നു. അവസാനം വരെ കാണാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും മറന്നു പോകരുത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, വാപ്പമാരെ, അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ മുഹറം മാസത്തിന്റെ താസുആഇന്റെ ദിവസം, മുഹറം 9ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഭൂരിഭാഗം ആളുകളും നോമ്പുകാരാണ്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇന്ന് മുഹറം മാസത്തിന്റെ 9ാമത്തെ ദിവസമാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പിന്റെ നീയത്ത് ഇന്നലെ നമ്മൾ വിശദമായി പറഞ്ഞിരുന്നു. നിങ്ങളൊക്കെ നീയത്ത് വെച്ച് കാണും. ആരെങ്കിലും നീയത്ത് വെക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മുമ്പ്, ളുഹറിന് മുമ്പാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, നീയത്ത് മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നീയത്ത് വെച്ചോ. നമുക്കൊരു 3 നീയത്ത് വെക്കാം. 1, മുഹറം മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2, വ്യാഴാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 3, താസുആഇന്റെ മുഹറം 9ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ വെച്ചോ. സുബ്ഹി ബാങ്ക് വിളിക്കുന്ന ആ ഒരു ടൈം മുതൽ ഇതുവരെ നിങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഈ നിയ്യത്ത് വെച്ചാൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഇനി അഥവാ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഇപ്പോൾ നിസ്കാരമില്ലാത്ത സഹോദരിമാരുണ്ടാകും, അവരൊക്കെ എന്ത് ചെയ്യുക, ഇന്നത്തെ പകൽ നോമ്പുകാരെ പോലെ കഴിയുക. ഇനി ഭക്ഷണം കഴിക്കുമെങ്കിൽ രഹസ്യമായിട്ട് കഴിക്കുക, അല്ലാതെ പരസ്യമായിട്ട് ഇരുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. സുന്നത്ത് നോമ്പല്ലേ, അതിപ്പോൾ പരസ്യമായിട്ട് ഹാളിരുന്നൊക്കെ കഴിച്ച്, ഹാളിരുന്ന് കഴിക്കുന്ന പ്രശ്നമൊന്നുമില്ല, ആ വാതിലൊക്കെ അടച്ചിട്ട് എല്ലാവരും കാണുന്ന രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം ഇസ്ലാമിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ച ചില ദിവസങ്ങളാണ് ഇതൊക്കെ. നബിതങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പിടിക്കണമെന്ന് ആഗ്രഹിച്ചൊരു നോമ്പാണ് മുഹറം 9ന്റെ ഇന്നത്തെ നോമ്പ്. പലരുമൊക്കെ നിസാരമാക്കി കളഞ്ഞ് മുഹറം 10 നാളെയല്ലേ. സത്യത്തിൽ മുഹറം 10ന്റെ നോമ്പാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നാളെയാണ്, വെള്ളിയാഴ്ചയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബോട് കൂടി ആശൂറാ രാവാൻ, മുഹറം 10ന്റെ രാവ് നമ്മളിലേക്ക് വരികയാണ്. ഇന്നിപ്പോൾ നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകളെ, നിങ്ങൾക്കും ഒരുപാട് നേട്ടങ്ങളാണ് അല്ലാഹു തആല തരുക. അല്ലാഹു തആല ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള എല്ലാവരുടെയും നോമ്പിനെ അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് മുഹറം 10 അവർക്ക് ഇന്നലെയായിരുന്നു മുഹറം 9, നമുക്ക് ഇന്നാണ് മുഹറം 9, അവർക്ക് ഇന്ന് മുഹറം 10, നമുക്ക് നാളെയാണ് മുഹറം 10. അപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മൾ പിടിക്കുന്ന നോമ്പുകളെല്ലാം അല്ലാഹു തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നോമ്പ് പിടിക്കാൻ പറ്റാത്ത സഹോദരന്മാരുണ്ട്, പലർക്കും പ്രയാസങ്ങളാണ്, രോഗങ്ങളാണ്. സഹോദരന്മാരും പലരും നോമ്പ് പിടിച്ചിട്ടുണ്ടാവില്ല, കാരണം മരുന്ന് കഴിക്കുന്നതാണെന്നൊക്കെ പലരും അങ്ങനെ ചോദിച്ചിരുന്നു, പിടിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും? അത് നമുക്ക് ഈ എപ്പോഴാണ് ഈ മുഹറം മാസത്തിൽ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം നോമ്പ് പിടിക്കാൻ പറ്റും എങ്കിൽ, നമ്മൾ ഈ മുഹറം മാസത്തിന്റെ 9ാമത്തെ ഇന്നത്തെ ദിവസത്തിന്റെ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നീയത്ത് വെക്കുക. ഇനി വരുന്ന ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കുകയാണെങ്കിൽ നീയത്ത് വെക്കുക. അങ്ങനെ മുഹറം 9ാമത്തെ ദിവസം എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല, ആ നോമ്പും ഞാൻ ഇൻഷാ അല്ലാഹ് പിടിച്ചു വിടുകയാണ് എന്ന നീയത്ത് നിങ്ങൾ വരുന്ന ഏതെങ്കിലും ദിവസം കൂടി നോമ്പ് പിടിക്കുമ്പോൾ വെച്ചാൽ ആ പ്രതിഫലം കിട്ടുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് കൂടുതൽ നമുക്ക് വിശദീകരണത്തിലേക്ക് കടക്കാം. മുഹറം 9ാമത്തെ ദിവസമാണ്. ഇന്നത്തെ മഗ്‌രിബോട് കൂടി മുഹറം 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്ത് ചൊല്ലും? ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും നല്ലത്. ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്ന് പറയുകയാണെങ്കിൽ ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞുതരാം. ഇന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് കുറഞ്ഞത്
ചെറിയ കണക്ക് ഒരു 3 എണ്ണമെങ്കിലും ചൊല്ലുക. 3 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. നമ്മളൊക്കെ മദ്രസയിൽ പല രൂപത്തിൽ പഠിച്ചിട്ടുണ്ടാകും. ഏത് രൂപത്തിലുമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ ചൊല്ലുക. 3 പ്രാവശ്യം, ചുരുങ്ങിയത് 11 ഏറ്റവും നല്ല എണ്ണം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്നുണ്ട്, അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു സ്വലാത്ത് ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് ചൊല്ലാൻ പറ്റുന്ന എണ്ണം ചൊല്ലുക. രണ്ടാമത്തേത്, ഇന്നത്തെ ദിവസം നോമ്പ് മുറിയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. നോമ്പ് മുറിയുന്ന കാര്യം മറ്റുള്ളവരുടെ പരദൂഷണം പറയുക, ഏഷന് പറയുക, അത് അങ്ങനെയും നമ്മുടെ ആത്മീയമായ നോമ്പ് മുറിയും. അല്ലാതെ ഭക്ഷണം കഴിച്ചാലോ വെള്ളം കുടിച്ചാലോ മാത്രമല്ല നോമ്പ് മുറിയുക. ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നാലും നമ്മുടെ ആത്മീയമായ, അതായത് വെറുതെ പട്ടിണി കിടക്കാമെന്ന് മാത്രം നോമ്പിന്റെ പ്രതിഫലം കിട്ടൂല. അതുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. മൂന്നാമത്തേത്, ഇന്നത്തെ നോമ്പ് തുറയിൽ ആരെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തുക. നമ്മുടെ അയൽവാസികളായ ഏതെങ്കിലും കുട്ടികൾ നോമ്പ് പിടിച്ചിട്ടുണ്ടാവുമല്ലോ, അവരെ കൂടി വിളിച്ച് ബാടാ സിനാനെ ബാടാ ഇന്ന് നമ്മൾ വീട്ടിൽ തുറക്കാടാ, അവർക്ക് നല്ല പത്തിരിറച്ചി കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്, പള്ളിയിലേക്ക് കുറച്ച് കുട്ടികളും ഒക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ട്, കാരണവന്മാരൊക്കെ ഉണ്ടാവും, അവർക്ക് കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ആപ്പിൾ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്ത് അത് കൊടുക്കുക. കുറച്ച് പായസം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് എന്താണോ പറ്റുക അത് നമ്മുടെ ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ കൂടി പരിഗണിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് വലിയ രൂപത്തിൽ കിട്ടും. ഇന്ന് നോമ്പ് തുറപ്പിക്കാൻ ഇനി പറ്റുന്നില്ല, മറന്നു ഉസ്താദാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇത്രയും സമയമായില്ല, കുഴപ്പമില്ല, നാളെ ആശുറായിൻ്റെ നോമ്പാണല്ലോ, വളരെയധികം പ്രതിഫലമുള്ള നോമ്പാണ്. അപ്പം നാളത്തെ നോമ്പിന് എന്ത് ചെയ്യുക, ഇപ്പോഴേ നിങ്ങൾ മനസ്സിൽ കരുതുക, ഇൻഷാല്ലാ പള്ളിയിലേക്ക് കുറച്ച് ഈത്തപ്പഴം വാങ്ങിച്ചു കൊടുക്കണം, പള്ളിയിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്താണ് പള്ളിയിലേക്ക് എന്താണ് പത്തിരി ഇറച്ചി കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു പള്ളിയിലാകുമ്പോൾ ഒരുപാട് ആളുകൾ നോമ്പ് തുറക്കാനുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ സ്ത്രീകൾക്ക്, ഉമ്മമാർക്ക് ഇങ്ങനെ നോമ്പ് തുറപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പരിസരത്തെ വീട്ടുകളിൽ ചെറിയ പെൺകുട്ടികളൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ടാകും, ആൺകുട്ടികളൊക്കെ നോമ്പ് പിടിച്ചിട്ടുണ്ടാകും. അതിൽ ഒരാളെങ്കിലും വിളിച്ച്, കുറഞ്ഞത് ഒരാളെങ്കിലും വിളിച്ചിട്ട് അവർ നോമ്പ് തുറപ്പിച്ചാൽ അതിന് വലിയ കൂലി അല്ലാഹു തആല തരും. പിന്നെ മറ്റൊരു കാര്യം, ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ഒരു അമലാണ് സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ ഒരു ആയത്ത് എത്ര വേണമെങ്കിലും ഓതാം, ചുരുങ്ങിയത് ഒരു 11 പ്രാവശ്യമെങ്കിലും ഓതണേ. പിന്നെയോ ഇസ്തിഗ്ഫാർ പറയുക. വേറെ കുറേ ഇസ്തിഗ്ഫാർ ഉണ്ട്, അതൊന്നും വേണ്ട. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. കുറഞ്ഞത് 70 ആണ്, കുറഞ്ഞ എണ്ണം 70 ആണ്, കൂടിയത് എത്ര വേണമെങ്കിലും പറയാം. അതോടൊപ്പം തന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, കുറഞ്ഞത് 70 ആണ്, എത്ര വേണമെങ്കിലും കൂടിയത് പറയാം. അതോടൊപ്പം തന്നെ സ്വലാത്ത് നമ്മൾ പറഞ്ഞു, ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയാൽ മതി. അതുപോലെ തന്നെ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ആ ദിക്റും ഒരുപാട് കണ്ട് പറയുക. പിന്നെ നമുക്ക് അറിയാവുന്ന ദിക്റുകൾ ഹസ്ബുനല്ലാഹ് അല്ലെങ്കിൽ ഹസ്ബി അല്ലാഹ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനെ ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ ധാരാളമായിട്ട് പറയുക. ഇന്നത്തെ ദിവസം നല്ലവണ്ണം ദുആരക്കുക. ഇന്നത്തെ മഗ്‌രിബിന് മുമ്പ് നല്ലവണ്ണം കൈകൾ ഉയർത്തിയിട്ട് നല്ലവണ്ണം ദുആരക്കുക, നല്ലവണ്ണം ദുആരക്കുക. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്. അതൊക്കെ മാറാൻ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ ധാരാളം പ്രശ്നമാണ്. അതുമൊക്കെ മാറാൻ വേണ്ടി നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ മറന്നു പോവരുത് കേട്ടോ. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ അൽഹംദുലില്ലാ, ഇന്നത്തെ ഈ വ്യാഴാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച രാവാൻ. അപ്പോൾ സാധാരണ ദിവസം പോലെയല്ല, ഇന്ന് സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഇരട്ടി പ്രതിഫലമാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്നത് 10 തിന്മകൾ അല്ലാഹു മായ്ക്കും, 10 നന്മകൾ അല്ലാഹു തആല എഴുതും, 10 ദറജകൾ അല്ലാഹു തആല ഉയർത്തി കൊടുക്കും, 10 ഗുണങ്ങൾ കൊടുക്കും. അത് ഈ വെള്ളിയാഴ്ച രാവിലാകുമ്പോൾ 10 എന്നുള്ളത് ചിലപ്പോൾ അത് 70 ആകും, ചിലപ്പോൾ അത് 700 ആകും, 7000 ആകും, 7 ലക്ഷമാകും, 7 കോടിയാകും. അള്ളയല്ലേ നമുക്ക് പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് ധാരാളമായിട്ട് സ്വലാത്തുകൾ ധാരാളമായിട്ട് ചൊല്ലുക, സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുക. സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ ദിവസം എത്രമാത്രം ഓതിയാലും മതിയാവൂല, എത്രമാത്രം ഓതിയാലും മതിയാവൂല. ധാരാളമായ സൂറത്ത് ഓതണേ.
ഈ ലഖദ് ജാഅക്കും എന്ന് പറഞ്ഞ ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് യാ റബ്ബ് യാ റബ്ബ്, ആ രണ്ടായത്തുകൾ ഓതിയാൽ എത്രയോ പ്രതിഫലമാണ്. അള്ളാന്റെ റസൂലിനെ സ്വപ്നം കാണാൻ ആ ആയത്തുകൾ നമ്മൾ സ്ഥിരമാക്കിയാൽ മതി. ഉറങ്ങുന്നതിന് മുമ്പ് ഈ ആയത്ത് ധാരാളം ഓതിയിട്ട് കിടന്നാൽ അള്ളാന്റെ റസൂലിനെ സ്വപ്നത്തിലൊന്ന് കാണാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാവൽ കിട്ടാൻ ഈ രണ്ട് ആയത്തുകൾ നമ്മൾ പതിവാക്കണേ. നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ ദുന്യാവ് രക്ഷപ്പെടാൻ, ആഖിറം രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഖേദം, ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടാവാതിരിക്കാൻ, നമ്മുടെ ഹൃദയം മൃദുലമാവാൻ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് ഈ ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആ രണ്ട് ആയത്തുകൾ. പിന്നെയോ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുന്ദരമായ കലിമത്ത് ദുആ ഇസ്തിഗ്ഫാർ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അപ്പൊ ഈ ഒരു ദിക്ർ ധാരാളമായിട്ട് പറയുക. ഇന്നത്തെ ദിവസം കുടുംബബന്ധം ചേർക്കേണ്ട ദിവസമാണ്, പിണക്കങ്ങൾ മാറ്റേണ്ട ദിവസമാണ്. പിണങ്ങിക്കഴിയുന്നത് അത് മാറ്റിയിട്ട് അവരൊക്കെ നോമ്പ് തുറക്കാൻ വിളിക്കുക. അല്ല, ഇന്ന് നോമ്പ് തുറക്കാൻ വന്നോട്ടാ, നോമ്പ് തുറക്കാൻ വന്നോട്ടാ, അങ്ങനെ ആ നോമ്പ് തുറക്കാൻ അവരെയും വിളിക്കുക. ഒരു വല്ലാത്തൊരു കുടുംബത്തിൽ വിശാലത ചെയ്യുക. നാളത്തെ നോമ്പാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള നോമ്പ്. ഈ മുഹറം മാസത്തിലെ നോമ്പ് പിടിക്കുന്നത് പല രൂപത്തിലാണ്. മഹാന്മാർ പറയുന്നു മുഹറം 1 to 30 അല്ലെങ്കിൽ 29, അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് നോമ്പ് പിടിക്കാം. അതിൽ മുഹറം മാസത്തിന്റെ ഒന്നിടവെട്ട ദിവസം, ഇന്ന് പിടിച്ചു നാളെ പിടിച്ചില്ല, മറ്റന്നാൾ പിടിച്ചു പിന്നെ പിടിച്ചില്ല, അങ്ങനെ ഒന്നിടവെട്ട ദിവസങ്ങൾ നോമ്പ് പിടിക്കാം. അതുപോലെ തന്നെ മുഹറം 1 to 10 വരെ സ്ഥിരമായി മുടങ്ങാതെ നമുക്ക് നോമ്പ് പിടിക്കാം. നിർബന്ധമായ കാര്യമല്ല കേട്ടോ പറയുന്നത്, പിടിക്കാൻ പറ്റുന്ന ചില രൂപങ്ങളാണ്. ഇനി 1 മുതൽ 10 വരെ തുടർച്ചയായിട്ട് നോമ്പ് പിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മുഹറം 9, 10, 11 ഈ ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് പിടിക്കാം. ഇന്ന് മുഹറം 9 ആണ്, നാളെ 10 ആണ്, ശനിയാഴ്ച മുഹറം 11. ഇനി അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ മുഹറം 9, 10 ഇന്നും നാളെയായിട്ട് നോമ്പ് പിടിക്കാം. ഇന്ന് പിടിച്ചവരുണ്ട്. ഇപ്പോൾ ഇന്ന് പിടിച്ചിട്ടില്ല എങ്കിൽ മുഹറം 10-നും 11-നും പിടിക്കാം. മുഹറം 10-നും 11-നും ഇന്നിപ്പോൾ പിടിക്കാൻ പറ്റില്ല. ചില സഹോദരിമാർക്ക് ഇന്നാണ് നിസ്കാരം കുളിച്ചത്, അവർ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയായത് ഇന്നാണെന്ന് അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പ് അവർക്ക് പിടിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നാളെ മുഹറം 10-ന്റെ നോമ്പ്, മറ്റന്നാൾ മുഹറം 11-ന്റെ നോമ്പും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ആ 2 ദിവസം നോമ്പ് പിടിച്ചാൽ തന്നെ വളരെയധികം പ്രതിഫലം അല്ലാഹു തആല നിങ്ങൾക്ക് തരും. അപ്പോൾ നോമ്പിൻ്റെ കാര്യമൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? പിന്നെ പിണക്കങ്ങൾ മാറ്റുക, വഴക്കുകൾ മാറ്റുക, പരദൂഷണം പറയരുത്, ഏഷന് പറയരുത്, നല്ലവണ്ണം ദുആരക്ക. 5 ദുആ ഞാൻ എപ്പോഴും പറയാറുണ്ട്. 5 ദുആ. ഒന്ന് ഏതാണ്? റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 2 റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 3-ാമത്തെ ദുആ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പിന്നെയോ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. 5-ാമത്തെ ദുആ അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ 5 ദുആ മറന്നു പോകരുത്. ഇന്ന് മാത്രമല്ല, നാളെ മറ്റന്നാൾ എപ്പോഴും നമ്മൾ ദ്വാരക്കണം. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? ഇന്നത്തെ നോമ്പിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമ്മുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു തരും. 60 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്, 1 കൊല്ലം ഇബാദത്ത് ചെയ്ത പ്രതിഫലം. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പല കിതാബുകളിലും പല മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നാളത്തെ നോമ്പാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള നോമ്പ്. മുഹറം 10-ന്റെ നോമ്പ്, ആശുറാഇന്റെ നോമ്പ്. ആശുറാഇന്റെ നോമ്പ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിയ്യത്ത് എങ്ങനെ വെക്കും? നമുക്കൊരു 3 നിയ്യത്ത് വെക്കാം. 1-ാമത്തെ നിയ്യത്ത് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. പിന്നെയോ മുഹറം 10-ാമത്തെ ദിവസത്തിലെ ആശുറാഇന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. മറ്റൊരു നിയ്യത്ത് മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇങ്ങനെ 3 നിയ്യത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്രിബോട് കൂടി തന്നെ നിങ്ങൾ വെക്കുക. നാളത്തെ നോമ്പ് വളരെയധികം, അതായത് മുഹറം 10 കൂട്ടത്തിൽ എന്തുണ്ട്? മുഹറം 10-ഉം അതുപോലെ വെള്ളിയാഴ്ച ദിവസവുമാണ്. പഞ്ചാരക്കുന്ന്, അതിൻ്റെ മേൽ തേനിൻ്റെ പുഴ ഒഴുകി എന്ന് പറയുന്നത് പോലെ, തേനിൻ്റെ മഴ പെയ്തു എന്ന് പറയുന്നത് പോലെയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന ഒരു ദിവസമാണ് മുഹറം 10. അതായത് ഇന്നത്തെ മഗ്രിബോട് കൂടി വരുന്ന മുഹറം 10-ാമത്തെ രാവ്.
അല്ലാ, എത്രയോ പ്രവാചകന്മാർ. ഈ മുഹറം 10-ന് മുഹറം 10 എന്ന് പേര് വരാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് 10 പ്രവാചകന്മാർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10 അനുഗ്രഹങ്ങൾ കൊടുത്തു. മഹാനായ ആദൻ നബി തൊട്ട് നൂഹ് നബി അലൈഹിസ്സലാം, മഹാനായ ആദൻ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, ഇബ്രാഹിം നബി, ഇങ്ങനെ ഓരോ എല്ലാ പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല 10 കറാമാത്തുകൾ കൊടുത്ത ഒരു ദിവസമാണ് മുഹറം 10-ാമത്തെ ദിവസം. അത് ഇന്നത്തെ മഗ്‌രിബോടുകൂടി ഇതിന്റെ രാവ് വരുന്നു. നാളെ വെള്ളിയാഴ്ച മുഹറം 10-ആണ്. അൽഹംദുലില്ലാ. അപ്പോൾ നാളത്തെ നോമ്പ് പിടിക്കുമെന്ന് എല്ലാവരും, ഇന്നിപ്പോ മക്കളൊക്കെ നോമ്പ് പിടിക്കാതെ ചിലപ്പോൾ ഉണ്ടാകും, എന്നാലും അത് വിഷയമില്ല. നാളെ മുഹറം 10-ആണ്, എന്തായാലും നോമ്പ് പിടിച്ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ചും മദീനയിൽ വെച്ചും പിടിച്ച നോമ്പാണ് മുഹറം 10-ന്റെ നോമ്പ്. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നിർബന്ധമായിരുന്ന നോമ്പ്, പിന്നെ അത് സുന്നത്താക്കിയതാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നോമ്പ് പിടിക്കുന്ന കാര്യം മറന്നു പോവണ്ട. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകും. നല്ലവണ്ണം ദുആരക്കുക, ഇസ്തിഗ്ഫാർ പറയുക, അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുന്ന കാര്യം, പിണക്കങ്ങൾ മാറ്റുക, വഴക്കുകൾ മാറ്റുക, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോവണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെയും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് കാക്കുമാറാവട്ടെ. നമ്മൾ മുഹറം 1 മുതൽ ഇന്ന് വരെ പിടിച്ച നോമ്പ്, നാളെ പിടിക്കുന്ന നോമ്പ്, മറ്റന്നാൾ പിടിക്കുന്ന നോമ്പ് എല്ലാം അല്ലാഹു തആല ഖബൂലിയത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ട എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗലോകത്തിൽ ഉന്നതമായ പദവികൾ കൊടുക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.